രാവിലെ വീടിന് പുറത്തിറങ്ങിയതാണ് ഡ്രൈവറായ അജീഷ്. അതിദാരുണമായ മരണമാണ് അജീഷിനെ കാത്തിരുന്നത്. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ ഉപേക്ഷിച്ച കാട്ടാന പിന്തുടർന്നെത്തി വീടിന്റെ മതിൽ തകർത്തുള്ളിൽ കടന്ന് ചവിട്ടിക്കൊന്നു. മരണവെപ്രാളത്തോടെയുള്ള അജീഷിന്റെ ആ ഓട്ടം ആരുടെയും ഉള്ളുലയ്ക്കും. മാനന്തവാടി ആകെ ഉലഞ്ഞു. ഇതുവരെ കാണാത്ത പ്രതിഷേധമുയർന്നു. പോസ്റ്റ്മോർട്ടത്തിന് പോലും വിട്ടു നൽകാതെ മൃതദേഹവുമായി മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധമാണ് പിന്നീട് അരങ്ങേറിയത്. മരിച്ചിട്ടും തീരാത്ത അധികൃതരുടെ അവഗണനയാണ് പ്രതിഷേധ കൊടുങ്കാറ്റായത്. 5 മണിക്കൂർ നീണ്ട സർവകക്ഷി യോഗത്തിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ പ്രതിഷേധം അവസാനിച്ചു. കർണാടകയിലെ മോഴയാന ജനവാസ മേഖലയിൽ ഉണ്ടെന്ന് ദിവസങ്ങൾക്ക് മുൻപ് അറിഞ്ഞിട്ടും ആന നിരീക്ഷണത്തിലായിരുന്നിട്ടും വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെട്ടത് വനം വകുപ്പിന്റെ വീഴ്ചയും. അന്തിച്ചർച്ചയിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ഈ ചർച്ചയിൽ അതിഥികൾ ചേരും. അതിനു മുൻപ് അവിടെ നിന്നും MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. അനീഷ്, ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ആന ഇപ്പോഴും പുറത്തുണ്ട്. പടമല ഭാഗത്തായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കുറുവ ദ്വീപിലേക്ക് കടന്നു എന്ന വിവരമുണ്ട്. വെടിവെക്കാനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നീക്കം? രാത്രി ഇരുട്ട് പരന്നതോടുകൂടി തന്നെ ആശങ്ക വലുതാണോ? എന്താണ് വനം വകുപ്പ് അധികൃതരുടെ നീക്കങ്ങൾ? രേണുക, അങ്ങേയറ്റം ദുഃഖകരവും സങ്കടകരവുമായ ഒരു ദിനത്തിന്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് അടുക്കുമ്പോഴും ഈ കൊലയാളിയായ ആനയെ ഇനിയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വെടിവെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക വലുതാക്കുന്നത്. കാരണം രാവിലെ അജീഷിനെ ദാരുണമായി അന്ത്യം വരുത്തിയ ശേഷം ആന അവിടുന്ന് പോയി. തുടർന്ന് സമീപത്ത് തന്നെയുള്ള ഒരു കുന്നിൽ പടമല ഭാഗത്താണ് ഇത്രയും നേരം നിലയുറപ്പിച്ചിരുന്നത്. ഒരു 4 വശത്തും ജനവാസ കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെ അതിനു ചുറ്റും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള അനുമതി കിട്ടിയ ശേഷവും അവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആനയെ പിടികൂടിയിട്ടില്ല. അത് പല ഇടങ്ങളിലേക്ക് മാറി മാറി പോകുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കുറുവാ ദ്വീപിന്റെ ഭാഗത്തേക്ക് പോകുന്നു എന്ന് ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. പോലീസ് ആ ഭാഗത്തുനിന്നും ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കുകയും നീക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ആളുകൾക്ക് ആശങ്ക ഇനിയും ഈ കാട്ടിലേക്കോ മറ്റോ ഉൾവലിഞ്ഞ ശേഷം വീണ്ടും പുറത്തിറങ്ങി ജനവാസ മേഖലയിൽ ഇത്തരത്തിലൊരു നാശം വിതയ്ക്കാൻ ഈ മോഴയാന എത്തുമോ എന്ന ആശങ്ക തന്നെയാണ്. കാരണം ഇതിനെ പിടികൂടി ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയാൽ ആളുകൾക്കൊരു സ്വസ്ഥമായി കിടന്നുറങ്ങാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. റേഡിയോ കോളർ അടക്കം ധരിപ്പിച്ച് കാട്ടിലേക്ക് അയച്ച ആനയാണ്. പക്ഷേ അതിന്റെ സഞ്ചാരപഥം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇത് പോയതെന്ന് കണ്ടെത്താനൊന്നും സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നത് ആണ് ഏറെ ഖേദകരമായി നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഉറക്കം കെടുത്തി തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ട ആനയാണ്. റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് തന്നെ ആന എവിടെയുണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്യാനാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും ആന എവിടെ എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? അതെന്തുകൊണ്ടാണ്? ഈ രാത്രി തന്നെ ഇനിയായാലും മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നീക്കമാണോ അധികൃതർ നടത്തുന്നത്? ഇതുതന്നെയാണ് നമ്മുടെ സംവിധാനങ്ങൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ചോദ്യം ബാക്കിയാക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് തണ്ണീർക്കൊമ്പൻ എന്ന ആന കേരളത്തിലെ, പ്രത്യേകിച്ചും ഈ സംഭവം നടന്നതിന് 10-15 കിലോമീറ്റർ അകലെ മാത്രമുള്ള മാനന്തവാടി പട്ടണത്തിലെത്തി ഭീതി വിതച്ചത്. മാനന്തവാടി പട്ടണത്തിലേക്കുള്ള യാത്ര 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് കർണാടകത്തിലെ വനമേഖലയിൽ നിന്ന് എത്തിയപ്പോഴും അധികൃതർ ഇതേക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. കർണാടകത്തിലെ അതിർത്തി കഴിഞ്ഞ് കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ വനംവകുപ്പ് പറയുന്നത് അവർക്ക് യൂസർ ID ഇല്ല, പാസ്വേഡ് ഇല്ല, ആനയെ ആക്സസ് ചെയ്യാൻ മാർഗങ്ങളില്ല എന്ന് പറയുന്നു. എന്നാൽ എല്ലാം കഴിഞ്ഞ് ജനവാസ കേന്ദ്രത്തിലെത്തി ജനങ്ങളിലാകെ ആശങ്ക ഭീതിയും പടർത്തുമ്പോൾ പാസ്വേഡും യൂസർ നെയിമും ലഭിക്കുകയും പിന്നീട് ഇതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത്തവണയും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് വയനാട്ടിലെ മേഖലകളിൽ ഈ ആനയുടെ സാന്നിധ്യം, അതായത് റേഡിയോ കോളർ ധരിച്ച ഒരു ആന എത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതാണ്. ഈ RRT ടീം ഇതിനെ 3-4 ദിവസങ്ങളായി പിന്തുടരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇക്കാര്യം എത്തിച്ചില്ല? അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യം ഈ മേഖലകളിൽ ഉണ്ട്, അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയില്ല എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അജീഷ് ഇത്തരത്തിൽ എല്ലാ വാഹനത്തിലും മറ്റുമേറി പോവുകയോ അല്ലെങ്കിൽ അത്തരം മാർഗങ്ങൾ സ്വീകരിച്ചേനെ. അതുകൊണ്ട് ഈ റേഡിയോ കോളർ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. ശരി, അതൊക്കെ തന്നെയാണ് വലിയ പ്രതിഷേധത്തിന് ഇന്ന് ഇടവെച്ച കാര്യവും. അതിനുശേഷം ഈ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ഒരു പരാതി കൂടി വ്യാപകമായി അവിടെ നിന്ന് ഉയർന്നു. ജനങ്ങളെ വലിയ
രോഷത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തു. അനീഷ്, പുതിയ അപ്ഡേറ്റ്സ് ഉള്ളപ്പോൾ ഞാൻ അനീഷിലേക്ക് തിരിച്ചെത്താം. നമുക്ക് ഇനി അതിഥികളിലേക്ക് പോകാം. നമുക്കൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഏഞ്ചൽ നായർ, മൃഗസ്നേഹി, അഡ്വക്കേറ്റ് ടോണി, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി, ശ്രീ പോൾ മാത്യൂസ്, കിഫ പ്രതിനിധി, ശ്രീ NC ഇന്ദുചൂഡൻ, റിട്ടയർഡ് DFO എന്നിവരാണ്. ആദ്യം ശ്രീ പോൾ മാത്യൂസ്, ഇവിടെ ഇപ്പോൾ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഈ ആനയുടെ സാന്നിധ്യം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കുകയും ഉത്തരമേഖല CCF അക്കാര്യം മാധ്യമങ്ങളിലൂടെ തന്നെ പറയുകയും ആനയെ നിരീക്ഷിക്കുന്നു എന്ന് വരെ പറഞ്ഞതാണ്. അതിനുശേഷവും ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത് എങ്ങനെയെന്ന് ഉള്ള സംശയമാണ് പ്രധാനമായും ഉയരുന്നത്. താങ്കൾക്ക് ഈ സംഭവം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? എവിടെ വീഴ്ച സംഭവിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്? അതായത് നമ്മളിതിനെ കുറച്ച് ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ സഖ്ലേഷ്പൂർ ഹാസൻ എന്ന് പറയുന്ന ബെൽറ്റ് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ആനയുടെ കോൺഫ്ലിക്ട് നടക്കുന്ന ഒരു ബെൽറ്റാണ്. 45 മനുഷ്യരാണ് അവിടെ ഒരു ഏതാണ്ട് 5 വർഷം മുമ്പ് മരിച്ചത്. അപ്പൊ അതിനുശേഷം അവർ കൃത്യമായിട്ട് 27 ആനകളെ അവിടെ ഐഡന്റിഫൈ ചെയ്ത് പല സ്ഥലത്തേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പല ആനകളും തിരിച്ച് അവിടെ വന്നു. നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇങ്ങനെ ഓൾറെഡി പ്രശ്നമുണ്ടാക്കിയ ഒരു ആന തിരിച്ചു വന്നിട്ട് അതിനെ നമ്മുടെ വയനാടിന്റെ പരിസരത്തേക്ക് വിട്ടതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടിയും നമ്മുടെ ചോദ്യം ഇതല്ല. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, റേഡിയോ കോളർ ധരിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഉത്തരമേഖല CCF-ഉം അതുപോലെ തന്നെ DFO-യും എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ, അതായത് ഉത്തരമേഖല CCF-ന്റെയും അതുപോലെ തന്നെ നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിന്റെയും വളരെ ഗുരുതരമായ കൃത്യവിലോപമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ അവരുടെ പൊസിഷനിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്ത് നരഹത്യക്കെതിരെ അവർക്ക് കുറ്റം ചാർത്തി അന്വേഷിക്കണമെന്നാണ് പറയാനുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇനി വയനാട്ടിലാണെങ്കിൽ വറവ് കൂടുകയാണ്, ഡ്രൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആനകൾ ഒരുപാട് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അടുത്തിടയ്ക്ക് കടുവ നാട്ടിലേക്ക് ഇറങ്ങിയ സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവത്തെ നേരിടാൻ നമ്മുടെ സംസ്ഥാനം ഒട്ടും സജ്ജമല്ല എന്നാണ് നമ്മൾ ഇതുവരെ നടന്ന പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ സുനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വയനാട്ടിലെ ഈ സംഭവം നടന്ന ഇടത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയാണ് സുനിൽകുമാർ. ശ്രീ സുനിൽകുമാർ, ഈ ഒരു ആനയുടെ സാന്നിധ്യം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മനസ്സിലാക്കിയതാണ്. CCF അക്കാര്യം പറഞ്ഞതാണ്. പ്രദേശവാസികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നോ? എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നോ? തീർച്ചയായും ഒരാഴ്ച ഒരു 10 ദിവസം മുമ്പാണ് മാനന്തവാടി ടൗണിൽ ഇതേപോലെ കോളർ ഐഡി ഘടിപ്പിച്ച ആന ഇറങ്ങിയത്. മാനന്തവാടി ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒഴിഞ്ഞൊരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ആന നിലയുറപ്പിച്ചു. അന്ന് തന്നെ പറഞ്ഞതാണ് 2 ആനകൾ വയനാടൻ മേഖലകളിലേക്ക് കയറിയിട്ടുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. പക്ഷെ ഇവർ യാതൊരുവിധ പ്രിവെൻഷനും എടുത്തിട്ടില്ല. ഒരാഴ്ച മുമ്പേ മാനന്തവാടി ഫോറസ്റ്റ് അതിർത്തിയിൽ ഈ ആന നീങ്ങിയതായി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരുന്നു. ഇന്നലെ രാത്രി മുതൽ 1 മണി മുതൽ ഈ ആനയുടെ പുറകിൽ ഫോറസ്റ്റുകാരുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് മുൻകൂട്ടി ആന ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും ഒരു നിർദ്ദേശം ഈ വനപാലകരുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. മാത്രമല്ല, കോളർ ഐഡി ഘടിപ്പിച്ച ആന സ്വാഭാവികമായും കഴിഞ്ഞ തവണ അവർക്ക് സിഗ്നൽ കിട്ടി എന്ന് അവർ പറയുന്നു. അതിന്റെ പുറകെയായിരുന്നു ആനയുടെ പുറകെയായിരുന്നു ഇവർ പോയത്. പക്ഷെ ഇത്തവണയും ഇവർക്ക് എന്തുകൊണ്ട് സിഗ്നൽ ഐഡി കിട്ടിയില്ല? ഇവർക്ക് യൂസർ ഐഡി ഇല്ല. ഇപ്പോൾ അത് കൃത്യമായി ലഭിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മരിച്ച ആളുടെ വീടിന്റെ 150 മീറ്റർ മാറി ആന നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പൊ യൂസർ ഐഡി ഇവർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഫോറസ്റ്റിന്റെ ഭാഗത്തിൽ നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഈ വന്യമൃഗശല്യം കൂടാനുള്ള പ്രധാന കാരണം. ഇന്നലെ രാത്രി പോലും കടുവയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തോൽപ്പെട്ടിയിലുള്ള ഒരാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കുപറ്റുകയും മരണപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ്
നാടാകെ ഭീതിയിലാണ്. പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ ആനയോ പുലിയോ കടുവയോ എന്താണ് വീട്ടുമുറ്റത്ത് വരിക എന്ന് ജനങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുടെ അകത്തുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരായ ഇന്ന് തന്നെ ഇത്രയും സംഭവം രാവിലെ ഉണ്ടായിട്ട് പോലും ഒറ്റ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും മെഡിക്കൽ കോളേജ് പരിസരത്തോ ചർച്ച നടക്കുന്ന ഹാളിലോ വന്നില്ല. അവസാനം CCF മാത്രം വന്നു. ആ ഒരു രീതിയിലുള്ള ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അവർക്കൊരു പ്രശ്നവുമില്ല. അവർക്ക് യാതൊരു സംവിധാനങ്ങളും ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇത് ജില്ലയുടെ ചാർജുള്ള മന്ത്രി കൂടിയാണ് വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ. അദ്ദേഹം വളരെ അലംഭാവത്തോടെ ഓരോ മരണം ഉണ്ടാകുമ്പോഴും ഓരോ ഇൻസിഡന്റ് നടക്കുമ്പോഴും അദ്ദേഹം വളരെ അലംഭാവത്തോടെ വളരെ എന്താണ് പറയുക, അദ്ദേഹം ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, വന്യമൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ജനങ്ങളോട് 11 ദിവസത്തിനിടെ ഇതുപോലത്തെ രണ്ടാമത്തെ സംഭവമാണ്. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ 2 ആനകൾ ഉണ്ടായിട്ടും ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടും ഇനിയൊരു ഇൻസിഡന്റ് ഉണ്ടാകാത്ത രീതിയിൽ രണ്ടാമത്തെ ആനയെ അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിനെ തടഞ്ഞു നിർത്തി ആ രീതിയിൽ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഗുരുതരമായ വീഴ്ചയാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ഫെൻസിംഗ് സംവിധാനം ഒരുക്കുന്നു, ആന കിടങ്ങു കുഴിക്കുന്നു, അങ്ങനെ കോടിക്കണക്കിന് രൂപ ഈ വനം വകുപ്പിലേക്ക് ഓരോ വർഷവും നൽകുന്നുണ്ട് സർക്കാർ. ഒന്നും ഫലവത്തായി നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഒരു സ്ഥലത്തും ഫെൻസിങ് കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. അത് ഒന്ന് ക്ലിയർ കട്ടായി അത് മെയിൻറ്റെയിൻസ് ചെയ്ത് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ നാളെ സൺഡേ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ വൈകുന്നേരം എല്ലാവരും സ്ഥലം വിട്ടു പോയതാണ്. കുറച്ച് വാച്ചർമാരെ മാത്രം അതിന്റെ പുറകെ വിട്ടതാണ്. ശ്രീ സുനിൽകുമാർ, നമുക്ക് ഈ ദൃശ്യങ്ങളിലും കാണാം ഇതിന്റെ പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നതാണ് തോന്നുന്നത്. അവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർ ഫോളോ ചെയ്ത് വന്നപ്പോഴാണോ ആന ഈ നിലയിൽ ജനവാസ മേഖലയിലേക്ക് എത്തിയത്? അത്രയും ജനവാസ മേഖലയോട് അടുത്തെത്തിയപ്പോൾ പോലും ആ പ്രദേശങ്ങളിൽ പോലും ഒരു അറിയിപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നോ? ഹലോ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കാമോ? ശരി, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ പോൾ മാത്യൂസ് കൂടി നമുക്ക് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ടോണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്, കത്തോലിക്ക കോൺഗ്രസ്. ശ്രീ ടോണി, ഈ വിഷയം ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം വളരെ വലുതാണ്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 11 ദിവസത്തിനിടെ നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ജീവനാണ് വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോലും. അപ്പോൾ വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. പരിക്കേൽക്കുന്നവരുടെ എണ്ണം വളരെയേറെയാണ്. നിങ്ങൾ ഈ വിഷയം ഉയർത്താൻ ഇടപെടലുകൾ, അധികൃതരുടെ ഇടപെടലുകൾ ഉണ്ടാകാനുമുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടും ഈ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നത് എങ്ങനെയാണ്? ജീവന് സംരക്ഷണം ഒരുക്കേണ്ടവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അലംഭാവം കാണിക്കുന്നു എന്ന ഒരു തോന്നൽ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ? വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്ന് കടന്നുപോയത്. ഈ വന്യജീവികളുടെ ആക്രമണം മൂലം നമ്മുടെ സഹോദരങ്ങൾ മരിക്കുമ്പോൾ എല്ലാവരും പറയും ഇത് അവസാനത്തെ മരണമാണ്, ഇനി ഇങ്ങനത്തെ ഒരു മരണം ഉണ്ടാകില്ല എന്ന്. ഇത് മാഡം പറഞ്ഞു ഇത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ഒരു വിഷയമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് തെറ്റാണ്. ഞാൻ താമസിക്കുന്നത് പയ്യന്നൂർ എന്ന് പറഞ്ഞൊരു ടൗണിന്റെ ഭാഗത്താണ്. എന്റെ സ്ഥലം ചെറുപുഴ എന്ന സ്ഥലമാണ്. അത് വനാതിർത്തി ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഈ പയ്യന്നൂരിൽ വരെ വന്യജീവികൾ, അത് കാട്ടുപന്നിയും മറ്റും ഇവിടെയുള്ള എല്ലാം നശിപ്പിക്കുകയാണ്. പയ്യന്നൂർ ടൗണില് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും, ഒരു ടൗണില് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ 15 പന്നികൾ കയറിയത്. അപ്പോൾ ഇന്നിവിടെ സംഭവിച്ചത് നമുക്കറിയാം. ഈ രാജ്യത്തെ നിയമത്തിന്റെ ആ തെറ്റായ നിയമം 1972 ഉണ്ടാക്കിയ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം ഈ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കണോ അതോ കാട്ടുമൃഗങ്ങൾ ജീവിക്കണോ എന്ന ചോദ്യമാണ് വരുന്നത്.
ഇവിടെ കാട്ടുമൃഗങ്ങൾ ജീവിച്ചാൽ മതി, ജനങ്ങൾ ജീവിക്കണ്ട എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ നമ്മുടെ പറമ്പ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. ശ്രീ ഏഞ്ചൽ നായർ, നമുക്കറിയാം ഒരാഴ്ച മുൻപാണ് തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ആന എത്തുകയും ഒരു ദിവസം മുഴുവൻ ഇതുപോലെ ആളുകളെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തത്. ഒടുവിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. പക്ഷേ അതിന് മരണം സംഭവിക്കുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. വനം വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള വിമർശനങ്ങളൊക്കെയാണ് അക്കാര്യത്തിൽ ഉയർന്നത്. അതാ ഇപ്പോൾ വീണ്ടും മറ്റൊരു കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. ആ കാട്ടാന എത്തിയത് അറിയാമായിരുന്നു, അത് നിരീക്ഷണത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ജനങ്ങൾക്ക് അവരുടെ ജീവന് യാതൊരു വിലയും ഇല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണോ ഈ മലയോര മേഖലയിൽ? എന്തോ വൈരാഗ്യം പോലെ പിന്തുടർന്നു വന്ന് മതില് ചാടി രക്ഷപ്പെട്ട് പോകാൻ, ജീവൻ രക്ഷപ്പെടുത്തി ഓടി പോകാൻ നോക്കിയ ഒരു മനുഷ്യനെയാണ് പിന്തുടർന്നു വന്ന് മതില് പൊളിച്ച് അകത്ത് കയറി ഈ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്? ഇത് ഒരു സമാനമായിട്ടുള്ള 2 ഇൻസിഡൻസ് ആണ് ഒരു 10 ദിവസത്തെ, അതായത് 2-ാം തീയതിയും 8 ദിവസത്തിനകം സംഭവിച്ചിരിക്കുന്നത്. സമാനമായിട്ട് റേഡിയോ കോളർ ഉള്ള ഒരു ആന, ഈ റേഡിയോ കോളർ ഇടുന്നത് തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പാസ്വേഡ് ഇല്ല, യൂസർ ഐ ഡി ഇല്ല എന്നുള്ള കള്ളക്കഥകൾ. അതായത് ഈ വനം വകുപ്പ് ജീവിതത്തിൽ അവർ ഇങ്ങനൊരു വകുപ്പ് ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കണം. കള്ളക്കഥകൾ ഓരോ ദിവസം പടച്ചു വിടുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അവർക്ക് അറിയാവുന്ന കാര്യം. അവർക്കൊരു റിസർച്ച് സെന്റർ ഉണ്ട് തിരുവനന്തപുരത്ത്, ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ എന്തെങ്കിലും റിസർച്ച് നടക്കുന്നുണ്ടോ? ഈ ആനകളുടെ കാര്യത്തിലാണെങ്കിൽ അതിന് ഭക്ഷണമുണ്ടോ വെള്ളമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എത്ര മരണം, എത്ര പേര് മരിക്കുന്നുണ്ട്, എത്ര പേർക്ക് അപകടം സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരുവിധ റെക്കോർഡും ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ അവിടെ റിസർച്ച് സെന്റർ ഉണ്ട്. ഈ റിസർച്ച് സെന്ററിൽ നടക്കുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് റിസർച്ച് ചെയ്യേണ്ടത്. അവിടെ അതല്ല നടക്കുന്നത്. അവിടെ തടിക്കച്ചവടം നടക്കുക, തടിക്കച്ചവടം, തേക്കും തടി ബിസിനസ്, പ്ലാന്റേഷൻ ബിസിനസ്, അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവരുടെ പണി, വനം വകുപ്പിന്റെ പണി ഈ വന്യജീവികളെ സംരക്ഷിക്കുക, വനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ വനത്തെ സംരക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ വന്യജീവികൾ പുറത്തേക്ക് വരേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ 10 ദിവസത്തിനൊക്കെ ഈ ഇങ്ങനെ ഒരേ സമാനമായിട്ടുള്ള, അതായത് റേഡിയോ കോളർ ധരിപ്പിച്ച 2 ആനകളെയാണ് ഇവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് മനഃപൂർവ്വം ആട്ടിത്തെളിച്ച് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ചില വീഡിയോകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഈ 10 ദിവസം മുമ്പ് ഈ ആനയെ ഒരു സുപ്രഭാതത്തിലാണ് ഈ മാനന്തവാടി ടൗണിൽ കാണുന്നത്. അത്രയും നേരം അത് എവിടെയായിരുന്നു? അതിനിടയ്ക്ക് ഒരു വീഡിയോ വന്നിരുന്നു, ഇതിനെ ആട്ടി തെളിച്ച് കൊണ്ടുവരുന്നത് കാറിലിരുന്ന് 2 പേര് മോണിറ്റർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. പക്ഷേ ഈ ആനയെ ഏതെല്ലാം രീതിയിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടും അത് ആരെ ആക്രമിച്ചില്ല. ഇവരുടെ പദ്ധതി ആക്രമിക്കണം, ഒരു ജീവൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഗൂഢപദ്ധതി. പദ്ധതിയും കൊണ്ട് വന്നത് എന്നുള്ള കാര്യം അപ്പൊ തന്നെ നമുക്കറിയാം. വനം വകുപ്പിന്റെ ഗൂഢ പദ്ധതിയായിരുന്നു അത്. എന്തിനു വേണ്ടിയുള്ള മനസ്സിലാകുന്നുണ്ടല്ലോ. വനം വകുപ്പ് പ്ലാൻ ചെയ്ത് ഇറക്കിയ ഒരു പദ്ധതിയായിരുന്നു അത്. അവിടെ മാനന്തവാടി ടൗണിൽ അക്രമം നടത്തും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതൊരു പാവം പിടിച്ച ഒരു ആനയായിരുന്നു, അവശത അനുഭവിക്കുന്ന ആനയായിരുന്നു. അവസാനം വാഴത്തോട്ടത്തിലാണ് അത് വന്നു നിന്നത്. അപ്പോഴും അവിടെ കല്ലെറിഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ജനവാസ മേഖലയിലേക്ക് ഇളക്കി വിടുന്ന ആവശ്യം വനം വകുപ്പിനെ സംബന്ധിച്ച് എന്താണ്? മനഃപൂർവ്വം യെസ്, വനം വകുപ്പ്. ഞാൻ ഏറ്റവും കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് വനം വകുപ്പിനെതിരെയാണ്. ഞാൻ വനം വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എനിക്ക് കൃത്യമായിട്ട് അവരുടെ സൈക്കോളജി, അവരുടെ മൂവ്മെന്റ് അറിയാവുന്ന ഒരാളാണ്. അവർ പദ്ധതിയിട്ട് വരിക ചെയ്തത്. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. റേഡിയോ കോളർ വനത്തിൽ ഉപേക്ഷിച്ച ഒരു ആനയെ ജനവാസ മേഖലയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേടുന്നത്? ഒരുപക്ഷെ അനാസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്നതിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞാലോ മനസ്സിലാകും. അനാസ്ഥയല്ല, അവർ മനഃപൂർവ്വം തള്ളിവിട്ടത് തന്നെ എനിക്കറിയാം. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു തീരട്ടെ. അതെന്താണ് അവരുടെ ലക്ഷ്യം? അത് ഫെയിലറായി. ആദ്യത്തെ അവരുടെ ലക്ഷ്യം ഫെയിലർ ആവുക ചെയ്തത്. അതാണ് 2ാമത്തെ ആന കൊണ്ടുവന്നത്. ഈ സംഭവം നടക്കുമ്പോൾ
ഈ രണ്ടാമത്തെ ആനയെ കൊണ്ടുവന്ന് ഇവർക്ക് മോണിറ്റർ, ഇവർ പുറകിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ ആന എന്തൊക്കെ ചെയ്യുന്നു, ഏത് വശത്തേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം. അത് ആളെ കൊല്ലണം, അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാലാണ് ചില കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഒന്ന്, കോടതിയിൽ 2-3 കേസുകൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഒന്ന്, ഈ റേഡിയോ കോളർ എഫിഷ്യന്റ് അല്ല എന്ന് അവർക്ക് കാണിക്കണം. മറ്റൊന്ന്, ഈ കുങ്കിയാനകളില്ല എങ്കിൽ ഇവിടെ ജീവിതം താറുമാറാകുമെന്ന് കാണിക്കണം. ഇതിനകത്തൊക്കെ വന്ന കോടികളുടെ അഴിമതി നടത്താവുന്ന ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കോടികളുടെ അഴിമതിയാണ് ഈ കുങ്കിയാന കച്ചവടം, ഈ മെഡിക്കൽ കച്ചവടം, ഈ ട്രാങ്കുലൈസിങ് ഡ്രാമ ഇതിനകത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് കാണിക്കേണ്ടത് ഒരു ജീവൻ എടുത്തു കഴിഞ്ഞാലാണ് ജനങ്ങളുടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകുള്ളൂ. ആ ജീവൻ എടുത്തു അവരുടെ പദ്ധതിയായിരുന്നല്ലോ ഇത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ ഈ സീനിയർ ഓഫീസേഴ്സ് മുഴുവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. കുറച്ച് വാച്ചർമാരെ അവിടെ വച്ച് കഴിഞ്ഞിട്ട് പോയി. ആന പോയി ഇറങ്ങിയേക്കാണ്, ഇത് അറിഞ്ഞിട്ടില്ല. ഇന്നലെ കാലത്തെ തൊട്ട് ന്യൂസുകളിൽ വരുന്നുണ്ട് ആന ഭാഗത്ത് ചുറ്റിത്തിരിയുന്നുണ്ട്. എന്ത് പ്രിക്കോഷൻസ്, എന്ത് നടപടിയാണ് അവരടുത്ത്? ഒരു അനൗൺസ്മെന്റ് നടത്തിയോ? പബ്ലിക്കിന്റെ ഇടയ്ക്ക് ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഫോളോ അപ്പ് നടത്തിയോ? റേഡിയോ കോളർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പച്ച കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോടതിയിൽ ഈ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ഈ കുങ്കിയാനകൾ 5 മോചിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുക. പക്ഷേ ഈ കുങ്കിയാനകൾ ഇല്ല എങ്കിൽ ഇവിടെ ജീവിതം താറുമാറാകും എന്ന് അവർക്ക് കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. ഈ കോളറിട്ട് 2 ആനകളെ പുറത്തിറക്കാനുള്ള, അത് PM2 PT7 എന്നീ 2 ആനകളെ കോളറിട്ട് പുറത്തിറക്കാനുള്ള പദ്ധതിയും കൊണ്ടാണ് കോടതി നിൽക്കുന്നത്. അതിനുള്ള കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. ഈ കോളർ എന്ന് പറയുന്ന പദ്ധതി ഫെയിലർ ആണ് എന്ന് കോടതിയെ കാണിക്കേണ്ടത് അവർക്കുടെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. ആ കോടിക്കണക്കിന് രൂപയുടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ കടുവയുടെയും ആനയുടെയും ഒക്കെ ആക്രമണത്തിൽ രാജ്യത്ത് ജീവൻ നഷ്ടപ്പെട്ടത് 3000 പേർക്കാണ്. കടുവകളുടെ ആക്രമണത്തിൽ 103 പേർക്ക്, ആനയുടെ ആക്രമണത്തിൽ 605 പേർക്ക്. അതിനകത്ത് മഹാരാഷ്ട്രയിൽ കടുവയുടെ ആക്രമണത്തിൽ 85 പേർ, ആനകളുടെ ആക്രമണത്തിൽ ഒഡീഷയിൽ 148 പേർ, വെസ്റ്റ് ബംഗാളിൽ 97 പേർ, ഛത്തീസ്ഗഡിൽ 96, അസമിൽ 50, അങ്ങനെ നീളുകയാണ്. കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വർഷം 2016 അത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുപോലെ ഗൂഢാലോചന നടത്തി ആനയെ ഇറക്കി വിട്ട് ഏതെങ്കിലും തരത്തിൽ കച്ചവടം നടത്തുന്നു എന്നതാണോ താങ്കളുടെ ആരോപണം? അല്ലല്ല, ഇത് റേഡിയോ കോളർ ഇട്ട ആനയാണെന്നോ? ആ ആനകളും ഈ ആനകളും തമ്മിലുള്ള വ്യത്യാസം മാഡം അത് മനസ്സിലാക്കണം. ഈ റേഡിയോ കോളർ ഇട്ട് പർപ്പസിലി ആട്ടി തെളിയിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആനയാണിത്. മറ്റ് ആനകളിൽ റേഡിയോ കോളർ ഇല്ല എന്ന് ഓർക്കണം. അത് വന്യജീവികൾ അത് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും. ഇപ്പം ഇതിനു മുമ്പ് ആനകൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പം 105 പേരാണ് ഇവിടെ കൊന്നിരിക്കുന്നത്. ഈ 105 പേര് 5 വർഷത്തിനകം കൊന്നു കഴിയുമ്പോൾ ഇതൊന്നും റേഡിയോ കോളർ ഇട്ട ആനകളൊന്നും ആയിരുന്നില്ല. അത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിച്ച് കഴിയുമ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ അതൊക്കെ തിരിച്ചടിക്കും. ഇതിനകത്ത് പലരും ഈ ആനകളെ തിരുത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതല്ല ഈ വിഷയം. ഈ വിഷയം ആ വിഷയവും രണ്ടാണ്. ഇത് റേഡിയോ കോളർ ഇട്ട ആനയാണ്. മറ്റത് ആട്ടി തെളിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. റേഡിയോ കോളർ ഇട്ട ആനയെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാം. ഇതിനെ ആട്ടി അകത്തേക്ക്, അതായത് ഈ ജനങ്ങൾ കൂടി ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും താങ്കളുടെ ഒരു സംശയം എന്ന നിലയിൽ ഞാൻ അതിനെ കാണുകയാണ്. താങ്കളുടെ ഒരു സംശയം, ഈ സാഹചര്യങ്ങൾ താങ്കൾക്ക് തോന്നിയ ഒരു സംശയം എന്ന നിലയിൽ മാത്രം ഞാൻ അതിനെ കാണുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ഷാൻഡോ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മരിച്ച അജീഷിന്റെ ബന്ധു കൂടിയാണ് ഷാൻഡോ. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ നഷ്ടമാണ്. ഈ സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും അവിടെ വഴിവെച്ചു. നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ അവിടെ നടന്നു വരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അറിയിപ്പും ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന തരത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഒരു പതിവ് ദിവസം പോലെ ആയിരുന്നോ ഇന്നും ആരംഭിച്ചത്? ഞാനിപ്പോൾ ഇതിൽ ബന്ധുവാണെങ്കിൽ കൂടി കുറച്ച് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളാണ്. ഈ പ്രദേശത്തിന്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരാളാണ്. പക്ഷെ ഈ വിഷയം രാവിലെ തന്നെ ഞങ്ങൾ അറിയുന്നുണ്ട്. ആന ആക്രമിച്ചു, നമ്മുടെ അജീഷ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് ആണ് എത്തിച്ചേരുന്നത് ആദ്യം തന്നെ. അപ്പോൾ ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും സമീപവാസികളും ആവശ്യപ്പെട്ടത് ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ എത്തണം എന്നുള്ളതാണ്. അവിടെ മാനന്തവാടി താലൂക്കിലെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ചില ഓഫീസർമാരല്ലാതെ മറ്റ് ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ അവിടെ എത്തിയിരുന്നില്ല. അപ്പോൾ DFO, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ
ഈ വിഷയത്തിൽ മറുപടി പറയണം, ഇവിടെ ഉടനടിയായി എത്തിച്ചേരണമെന്ന് വളരെ സമാധാനപരമായി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആശുപത്രി പരിസരത്ത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധം, അതായത് ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിന്റെ വൈകാരികതകളൊക്കെ മുറ്റി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു പ്രതിഷേധം പോലും ഇല്ലാതെ വളരെ ശാന്തരായാണ് ആളുകൾ നിന്നിരുന്നത്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കലക്ടറോ DFOയോ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരോ എത്തി ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനോ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും അവരോടൊപ്പം ചേർന്ന് നിന്ന് സമാധാനിപ്പിക്കാനോ തയ്യാറാകാത്തതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടായത്. അതായത് വന്യമൃഗ ആക്രമണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ആനയുടെയും കടുവയുടെയും ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾ മരണപ്പെടുന്നുണ്ട്, അതിന് പ്രതിഷേധങ്ങളുടെ ഭാഗമായി നഷ്ടപരിഹാരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ ഒരു അടിയന്തര സാഹചര്യം, ഒരു അപകടം സംഭവിച്ചു, നാട്ടിലൊരാൾക്ക് ഒരു മനുഷ്യന് ഒരു അപകടം സംഭവിച്ചു, അത് ഇവിടെ നിലനിൽക്കുന്ന വന്യജീവി മനുഷ്യ സംഘർഷവുമായി കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഇതിന്റെ ഒരു സീരിയസ്നെസ്, ഈ ജനങ്ങൾക്ക് ഇതിലുണ്ടാക്കിയിട്ടുള്ള പ്രശ്നത്തിന്റെ ഗൗരവത്തെ കണക്കിലെടുത്തുകൊണ്ട് കൃത്യസമയത്ത് അവിടെ വന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത സമീപനമാണ് ഉണ്ടായിരുന്നത്. ഏറെക്കുറെ ഒരു 3.5 മണിക്കൂറിന് മേലെ മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് ഈ കളക്ടറെ കാത്ത് ആളുകൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ പൊതുഭരണ വകുപ്പ് ഭരിക്കുന്ന CPIMന്റെ നേതാക്കളും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന CPIയുടെ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ആശുപത്രി പരിസരത്ത് സമരം ചെയ്യേണ്ടി വന്നു. അതിന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു അധികാര സംവിധാനം ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയുടെ കൂടെ പ്രതിഷേധമായിരുന്നത് അങ്ങേറ്റം ദുഃഖകരമായ ഒരു സംഭവമാണ്. പിന്നീട് ഇതിന് രാവിലെ 4 മണിക്ക് കോഴിക്കോട് പോകാൻ വേണ്ടി ഇവിടുന്ന് വാഹനത്തിൽ പുറപ്പെട്ട ആളുകൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസ് അധികാരികളെയും ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാലളക്കാൻ പോയ ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു മൈക്ക് അനൗൺസ്മെന്റോ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അറിയിപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഫോണുകളിലൂടെ ചില ആളുകൾ അറിഞ്ഞു എന്നല്ലാതെ ഒരു വേണ്ട രീതിയിലുള്ള ഒരു അറിയിപ്പ് അവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കടുത്ത ആക്ഷേപം. ഇവിടെ തിരുനെല്ലി സ്റ്റേഷനാണെങ്കിൽ കാട്ടിക്കുളം തൊട്ടടുത്താണ്, ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് കാട്ടിക്കുളം. അവിടെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറയട്ടെ, ജാഗ്രത ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ മൈക്ക് അനൗൺസ് നടത്താൻ പ്രത്യേകിച്ച് ഒരു മൈക്ക് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പോലീസിന് മൈക്ക് ഉള്ള വാഹനമുണ്ട്, മാനന്തവാടി സ്റ്റേഷനിലുണ്ട്. ഇത് വെച്ചൊരു മൈക്ക് അനൗൺസ്മെന്റ് എങ്കിലും നടത്തിയിരുന്നെങ്കിൽ, ഈ ഘട്ടത്തിൽ അടിയന്തരമായി ഇടപെട്ടിരുന്നെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകില്ലായിരുന്നു. ഈ അർത്ഥത്തിൽ പ്രതിഷേധം ഉണ്ടാകില്ല. അതായത് ഒരു സൂചി കൊണ്ടെടുക്കേണ്ട പ്രശ്നത്തെ തൂമ്പ കൊണ്ടെടുക്കുന്നതിന് കാരണമാക്കിയ അങ്ങേയറ്റം അവഗണനാപരമായ മനുഷ്യരോട് അവരുടെ ജീവനോട് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ഒരു വിമർശനം അതാണ് രാവിലെ മുതൽ തന്നെ നമ്മൾ അവിടെ കണ്ടത്. ശ്രീ ഷാൻഡോ, ഇതിപ്പോൾ ഒരു ജീവൻ മാത്രം നഷ്ടപ്പെട്ട് എന്നത് ഭാഗ്യമെന്ന് പറയാം. കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ആ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വന്ന കുട്ടികൾ, മറ്റ് 2 പേരൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ ഒതുങ്ങിയത് പോലും ഭാഗ്യം എന്നേ ഇപ്പോൾ ഈ സമയം വരെയും പറയാൻ കഴിയുള്ളൂ. അത്ര വലിയ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇദ്ദേഹം പുറത്തു പോയിരുന്നത്? ഈ വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയുള്ള വീടാണോ നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്? മറ്റൊരു വീടാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് ഒരുപാട് ദൂരെയാണോ? ഒരുപാട് പിന്തുടർന്ന് ഓടിയിട്ടാണോ അദ്ദേഹം ആ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്? അല്ല, ഇത് വീടിന്റെ ഏറെക്കുറെ തൊട്ടടുത്തുള്ള വീടാണ് എന്നാണ് നമ്മൾക്ക് അത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്തുള്ള വീടാണ്. അദ്ദേഹം പുറത്തു പോയതിനെ സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ പറയുന്നത് പള്ളിയിൽ പോയ ആളുകൾ മടങ്ങി വരുന്ന വഴിയാണ് ആനയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ആനയുണ്ടെന്ന് അറിഞ്ഞിട്ട് പള്ളിയിൽ പോയ ആളുകൾക്ക് ആനയുടെ ആക്രമണം ഏൽക്കാതിരിക്കുക അവരെ അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പുറപ്പെട്ടത് എന്നാണ് കുടുംബക്കാർ മറ്റ് ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഒരു പ്രതികരണം ജനങ്ങളവിടെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഒരുപാട് ദൂരമല്ല, വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു ഒരു സാഹചര്യം. അപ്പോൾ ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ ആക്രമണം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വീടിന്റെ മുറ്റത്തേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഓടിക്കയറി വരുന്നത് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇവർക്ക് ഇതിന്റെ ആനയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നിട്ടും ഇവർക്കൊരു അനൗൺസ്മെന്റ് നടത്താൻ എന്തായിരുന്നു തടസ്സം? ഇങ്ങനെ ഈ ആന ഇന്ന വഴിക്കാണ് വരുന്നത്, ജനങ്ങൾ ആ പ്രദേശത്ത് നിന്ന് പുറത്തിറങ്ങരുത്, മാറി നിൽക്കണം, അല്ലെങ്കിൽ വീടിന്റെ അകത്ത് കഥകടച്ചിരിക്കണം എന്നൊരു അനൗൺസ്മെന്റ് നൽകാൻ എന്തായിരുന്നു തടസ്സം?
അപ്പോൾ അത് ഇവര് ഇപ്പം മുൻപ് സംസാരിച്ച ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നു ഇത് ബോധപൂർവം കോളർ ID ഘടിപ്പിച്ച ആനകളുടെ ഇത് ഫെയിലിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ സംശയിക്കേണ്ടി വരും. തീർച്ചയായും പലതരം സംശയങ്ങൾ അങ്ങനെ ആളുകൾ ഉയർത്തുന്നുണ്ട്. ശ്രീ ഷാൻഡോ, ഇവിടെ ഇപ്പോൾ ഈ മരണം സംഭവിച്ചതിന് ശേഷവും അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥയാണ് വലിയ രീതിയിലുള്ളൊരു പ്രകോപനം ആളുകളിൽ തന്നെ സൃഷ്ടിച്ചത്. അതിനെ തുടർന്ന് പിന്നീട് പല ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി. ഉയർത്തിയ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അംഗീകരിച്ച് തന്നിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പ്രതിഷേധങ്ങൾ അവസാനിച്ചത്? എന്തൊക്കെ ഉറപ്പുകളാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്? ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തതാണ്. അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളോടൊപ്പം ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ ഞങ്ങൾ സംസാരിച്ച് ധാരണ എത്തിയത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, പിന്നെ കുടുംബത്തിൽ അവരുടെ ഭാര്യയ്ക്ക് സ്ഥിരം തൊഴിൽ നൽകുക, കുട്ടികളുടെ പഠനം 8ലും 4ലും പഠിക്കുന്ന കുട്ടികളാണ്, കുട്ടികളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കുക, പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കുക, പിന്നെ അവർക്ക് കടങ്ങളുണ്ട്, അത് കാർഷിക കടങ്ങൾ മാത്രമല്ല മുഴുവൻ കടങ്ങളും സർക്കാർ എഴുതി തള്ളാനുള്ള നടപടി സ്വീകരിക്കുക. കാരണം ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ഒരു വൃദ്ധനായ ഒരു അച്ഛനുണ്ട്, രോഗിയായ അമ്മയുണ്ട്, അങ്ങനെ ഒരു കുടുംബമാണ്. അപ്പോൾ ഈ ആവശ്യം അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നിലവിൽ ഇത്ര വലിയൊരു കോമ്പൻസേഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാറില്ല. എങ്കിൽ പോലും അത് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഭാവി ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആ നിലയ്ക്ക് ആ ഡിമാൻഡുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നതിന് വന്ന കാലതാമസം, ആ ഡിമാൻഡുകൾ കളക്ടർ ഉൾപ്പെടെ MLA ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് അവർ മന്ത്രിമാരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിന് വന്ന കാലതാമസം മാനന്തവാടി ഗാന്ധി പാർക്കിൽ ബോഡി വെച്ച് സമരം ചെയ്യുന്നിടത്തു നിന്ന് ജനങ്ങൾ ആ ബോഡി എടുത്ത് RDO ഓഫീസിന് മുന്നിലേക്ക്, RDO ഓഫീസിന്റെ അകത്തെ കോൺഫറൻസ് ഹാളിലായിരുന്നു ചർച്ച നടന്നത്, ആ RDO ഓഫീസിന്റെ മുറ്റത്ത് ആ ബോഡി കൊണ്ടുവച്ച് സമരം ചെയ്യുന്ന വലിയ പ്രകോപനത്തിലേക്കാണ് അത് നീങ്ങിയത്. അപ്പോൾ ആ ഉന്നയിച്ച ഡിമാൻഡിനോട് സർക്കാർ ആ നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ ഒരു സമീപനം അങ്ങനെ പെട്ടെന്ന് ആലോചിക്കാതെ ഉറപ്പ് നൽകാൻ കഴിയാത്ത സാഹചര്യം അധികൃതരെ സംബന്ധിച്ചുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ ആലോചനകൾക്ക് ശേഷം, കൂടിയാലോചനകൾക്ക് ശേഷമൊക്കെ അങ്ങനെ ഒരു ധനസഹായത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം വരുന്നത്. ശ്രീ പോൾ, ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെയും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പോൾ, ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെയും ഷോക്ക് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആനകൾ കടന്നു വരാതിരിക്കാനുള്ള ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ആ മേഖലകളിൽ പോലും അതൊക്കെ തകർത്തുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? എങ്ങനെയാണ് ഇതിന് നമ്മൾ തടയിടുക? 2016 മരണം ഏതാണ്ട് 142 അതിൽ നിന്ന് 2023 ആവുമ്പോൾ 85 കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതൊരു വലിയ കണക്കാണ്. നഷ്ടപ്പെടുന്നത് ഓരോ ജീവനുകളാണ്, ഓരോ കുടുംബമാണ് അനാഥമാകുന്നത്. അപ്പോൾ എന്താണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം? അതായത് നമ്മളിപ്പോ ഇപ്പോഴത്തെ ഡിഫൻസീവ് മെക്കാനിസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെ ഏറ്റവും നല്ല ഡിഫൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത് റെയിൽ ഫെൻസ് ആണ്. എന്നാൽ അതേസമയം വയനാട്ടിന്റെ സാഹചര്യത്തിൽ ഈ റെയിൽ ഫെൻസോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫെൻസോ ഹാങ്ങിങ് ഫെൻസോ എഫക്റ്റീവ് ആവാറില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വനംവകുപ്പിന്റെ അഴിമതിയാണ്. ഞാൻ തന്നെ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. റെയിൽ ഫെൻസിൽ റെയിൽ ഫെൻസ് കമ്മീഷൻ ചെയ്തതിന് ശേഷം 1 മാസത്തിനകം ആന ഈ റെയിൽ ഫെൻസ് തകർത്തു. ഈ റെയിൽ ഫെൻസിന്റെ ചെലവ് എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് 1.5 കോടി രൂപയാണ് ചെലവ്. ഇപ്പോ വനംവകുപ്പ് 620 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ആ പ്രപ്പോസൽ എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആണ്. ഇതുവരെ പരീക്ഷിച്ച് വിജയിക്കാത്ത പ്രപ്പോസലാണ് അതിലുള്ളത്. അതിലുള്ള പ്രപ്പോസൽ എന്ന് പറയുന്നത് ട്രെഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസ്, സോളാർ ഫെൻസ്, ഇത് 1500 കിലോമീറ്റർ 100 കോടി രൂപ ചെലവിൽ. ഇത് 3ഉം പരീക്ഷിച്ച് വിജയിക്കാത്ത സാധനങ്ങൾ പിന്നെയും വനംവകുപ്പ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം? അതിലേക്ക് ഒന്ന് കടന്നു വരാം. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസർവേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ എപ്പോഴും ഒരു സ്പീഷീസ് ആയിരിക്കണം, ഒരു ആനയ്ക്ക് വേണ്ടി ആവരുത് കൺസർവേഷൻ. നമുക്കറിയാം അരിക്കൊമ്പൻ ഫാൻസ് എന്ന പേരിൽ നമ്മുടെ ഇവിടെ ചിലർ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ.
ഇന്ന് പോലും തിരുവനന്തപുരത്ത് വനംവകുപ്പിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഈ അരിക്കൊമ്പൻ ഫാൻസ് അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു പ്രഹസനം നടത്തി. അതായത് ഇവര് ഈ ഏഞ്ചൽസ് നായർ ഉൾപ്പെടെ പലരും ഒരാനയെ കോൺസെൻട്രേറ്റ് ചെയ്താണ് കൺസർവേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. കാരണം പ്രശ്നക്കാരായ കുറച്ച് ആനകളുണ്ട്. ഏഞ്ചൽസ് നായർ എന്തൊക്കെ ചെയ്യണ്ടേ? മാത്യൂസിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഏഞ്ചൽസ് നായർ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയില്ല. ഏഞ്ചൽസ് നായരല്ലേ കോൺസ്പിറസി തിയറി കൊണ്ടൊക്കെ വന്നത്. ഞാൻ പറയട്ടെ, അതിനുശേഷം ഏഞ്ചൽസ് നായരോട് പറയാം. ഏഞ്ചൽസ് നായർക്ക് ഞാൻ ഈ അരിക്കൊമ്പന്റെ കേസുമായിട്ട് ഞാൻ കളക്ടറേറ്റിന്റെ മുമ്പിൽ പോയി ഇരുന്നിട്ടില്ല, ജാഥ നടത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനാണ് ഈ ഇഷ്യൂ കൊണ്ടുവരുന്നത്. ഞാൻ ഇവിടെ അങ്ങനെയുള്ള ജാഥ കാണിക്കാൻ ഞാൻ പോയിട്ടില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് വർത്താനം പറയും. ഏഞ്ചൽസ് നായർ കളക്ടറേറ്റിന് പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഇതുപോലത്തെ പല പ്രകൃതി സ്നേഹികളും ചെയ്ത കാട്ടിക്കൂട്ടലിനെ കുറിച്ചാണ് ഏഞ്ചൽസ് നായർ കോടതിയിൽ ഇതുപോലത്തെ പറയണ്ട. ആ പറയുന്നവരുടെ പറഞ്ഞത് എല്ലാ മാതിരിയുള്ള ആളുകളാണെന്ന് ഞാൻ വരാം. അതായത് പ്രശ്നം എന്ന് പറയുന്നത് കൺസർവേഷൻ എപ്പോഴും ഒരു സ്പീഷീസ് നെയിം ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലാണ്ട് ഒരാനയെ എയിം ചെയ്തുകൊണ്ടായിരിക്കരുത്. അതുകൊണ്ട് തന്നെ കൊല്ലണ്ട, അതായത് 133 അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ 11(1)A പ്രകാരം കൊല്ലണ്ട ആനകളെ തീർച്ചയായിട്ടും കൊല്ലേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ചില ആനകളെ കൂട്ടിലിടേണ്ടി വരും, ചില ആനകളെ ഒരു എലിഫന്റ് ക്യാമ്പിൽ വെക്കേണ്ടി വരും. അങ്ങനെ പ്രശ്നക്കാരായ ആനകളെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോഴത്തെ തന്നെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ ഓർഡറിൽ പറയുന്നത് ആദ്യം ഈ ആനയെ വനത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ മൈക്കോടി വെച്ച് അതിനെ മുത്തങ്ങ ക്യാമ്പിൽ കൊണ്ടുപോവുക. മുത്തങ്ങ ക്യാമ്പിൽ നിന്ന് അതിനെ തിരിച്ച് വനത്തിലേക്ക് വിടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രശ്നക്കാരായ ആനയെ സക്ലേഷ്പൂരിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിരവധി തവണ പ്രശ്നമുണ്ടാക്കിയ ഒരു ആനയെ തിരിച്ച് വീണ്ടും വനത്തിൽ വിട്ടാൽ എന്ത് ചെയ്യും? ഞാൻ ബത്തേരി പട്ടണത്തിൽ ഇന്ന് രാവിലെ 3 മണിക്ക് ഉണ്ടായ ഒരു കക്ഷിയാണ്. 3 മണിക്ക് ഈ വിഷയം നടക്കുന്നതിന് മുമ്പ് തന്നെ 3 മണിക്ക് ബത്തേരി ടൗണിലൂടെ നടക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഈ മുത്തങ്ങയും ബത്തേരി ടൗണും തമ്മിൽ ഏതാണ്ട് 7 കിലോമീറ്ററോ മറ്റോ ദൂരമുള്ളൂ. ഈ ആനയെ തിരിച്ച് മുത്തങ്ങയുടെ അടുത്ത് കൊണ്ട് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങനെ മനസ്സമാധാനത്തോടുകൂടി ബത്തേരിയിൽ കഴിയും? അതുകൊണ്ട് തന്നെ ഇതിന്റെ ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് ഞാൻ ഡോക്ടർ ഇസയോട്, അതായത് ഈ ഇതിന്റെ പല കമ്മീഷന്റെയും തലവനായിരിക്കുന്ന ഡോക്ടർ ഇസയോട് ചോദിച്ചു ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്. അപ്പൊ ഡോക്ടർ ഇസ പറഞ്ഞു കൈമനത്തി ക്യാരിയിങ് കപ്പാസിറ്റി ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കൂടെ പറയണ ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്. അപ്പൊ ക്യാരിയിങ് കപ്പാസിറ്റി എന്താണ്? നമ്മളുടെ നികുതി പണം ഉപയോഗിച്ച് റിസർച്ച് നടത്തുന്ന KFRI, KAU തുടങ്ങിയ ഒരു സ്ഥാപനങ്ങൾക്ക് ഒരു വിവരമില്ലാന്ന് മാത്രമല്ല അതിനുവേണ്ടി യാതൊരു പഠനങ്ങളും നടത്തുന്നില്ല. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കൺസർവേഷന്റെ ഒരു മാനദണ്ഡം തന്നെയാണ്. കൃത്യമായിട്ട് എത്ര ആനകളെ ഇവിടെ ഉൾക്കൊള്ളിക്കാം എന്ന് പഠിച്ച് അതിന് മുകളിലുള്ള ആനകളെ അവിടെ നിന്ന് മാറ്റണം. അതാണ് അന്തർദേശീയ ആനകളുടെ എണ്ണം കാട്ടിൽ പെരുകുന്നതും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാണ് എന്നതൊരു വസ്തുതയും കൂടിയാണ്. ശ്രീ ടോണി കേൾക്കാമോ? ശ്രീ ടോണി, ഇവിടെ ഇപ്പോൾ എന്നെ കേൾക്കാമോ? ശ്രീ ടോണി, ഈ തണ്ണീർക്കൊമ്പനെ കഴിഞ്ഞ തവണ പിടിച്ച് വാഹനത്തിൽ കയറ്റി വനത്തിൽ തന്നെ തുറന്നുവിടാനായി കൊണ്ടുപോകുന്നതിനിടയിലാണ് അതിന്റെ അന്ത്യം സംഭവിക്കുന്നത് അർദ്ധരാത്രിയോടുകൂടി. അതിനുശേഷം നടന്ന വിശദമായ പരിശോധനയിൽ നിരവധി പെല്ലറ്റുകൾ ആനയുടെ ദേഹത്തുണ്ടായിരുന്നു. അത് കർഷകർ ഒക്കെയും ആയിരിക്കും അതിന് പിന്നിൽ എന്ന സംശയമാണ് ഉയർന്നത്. അത് വലിയ ആരോഗ്യ പ്രശ്നം ആ ആനയ്ക്കുണ്ടായിരുന്നു. അതിന്റെയൊക്കെ തുടർച്ചയാണ് അതിന് അന്ത്യം സംഭവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ പല വിധത്തിലുള്ള ഭീഷണികളും ആക്രമണങ്ങളും വന്യമൃഗങ്ങളും നേരിടുന്നുണ്ട്. കൃഷിയെ സംരക്ഷിക്കാനും ജീവനെ രക്ഷിക്കാനും വേണ്ടിയൊക്കെ ആണെങ്കിൽ പോലും അത് ഈ മൃഗങ്ങളെ വലിയ രീതിയിൽ ഈ രീതിയിലുള്ള വയലന്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്കൊക്കെ നടക്കുന്നു. അതിന്റെ വൈരാഗ്യം മനസ്സിലിട്ട് മനുഷ്യനെ കാണുമ്പോൾ ആക്രമിക്കുന്നു എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകപക്ഷീയമായി മാത്രം കാര്യങ്ങളെ കാണുന്നതും തെറ്റാണല്ലോ. മനുഷ്യന്റെ പ്രവർത്തികളുടെ ഫലം തിരിച്ചു കിട്ടുന്നു എന്ന ഒരു ഭാഗം കൂടി ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടും. അപ്പോൾ അത്തരം ആക്രമണങ്ങൾ ചില ഘട്ടങ്ങളിലെങ്കിലും മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലേ? അഡ്വക്കേറ്റ് ടോണി. ശരി, അദ്ദേഹത്തിന് കേൾക്കാനാകുന്നില്ല എന്നാണ് തോന്നുന്നത്. വന്യമൃഗങ്ങള് പറഞ്ഞോളൂ. ശരി, ശ്രീ ഏഞ്ചൽ നായർ, ഇവിടെ ഇപ്പോൾ
ഈ ബജറ്റിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 ബജറ്റിൽ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വിഭാഗങ്ങളിലെ ജീവനും ജീവനോപാധിക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായുള്ള ഒരു കവചമായി വനമേഖലയെ ഉപയോഗപ്പെടുത്തുക എന്നീ വിഷയങ്ങൾക്ക് 2024-25 ഊന്നൽ നൽകുന്നുണ്ട് എന്നത് ഈ ബജറ്റിൽ പറയുകയാണ്. സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച വനസൗഹൃദ സദസ്സിലൂടെ ലഭിച്ച പരാതികളിൽ 4797 പരാതികൾ ലഭിച്ചു. അതിൽ 4311 പരിഹരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകി വരികയും ചെയ്യുന്നു. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ഒരു പ്രധാന വിഷയമായി തന്നെ കാണുന്നു. അതിനെ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള തരത്തിലുള്ള സമീപനങ്ങളുണ്ട്, അതിനുള്ള നീക്കിയിരിപ്പുകളുണ്ട്. ഈ രീതിയിലൊക്കെ തന്നെയാണോ സർക്കാർ സമീപിക്കേണ്ടത്, അതോ ഇതിലും കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ വേണമോ? നമ്മുടെ ഒരു വലിയ ഭാഗം ഭൂപ്രദേശം മലയോര മേഖലയാണ്, അവിടങ്ങളിലെല്ലാം തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതിൽ കൂടുതൽ കരുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ ഈ പ്രശ്നത്തിൽ വേണമെന്നതാണോ താങ്കൾ കരുതുന്നത്? ഇവർക്ക് അറിയില്ലാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് കൺസർവേഷൻ മെക്കാനിസം എന്ത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ബേസിക്, അതായത് ഒരു 10ാം ക്ലാസ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു വിവരം പോലും ഇല്ലാത്ത ഒരു വകുപ്പാണ് വനം വകുപ്പ്. ഒരു കാട്ടുമന്ത്രിയുണ്ട്, ആ ആൾക്ക് എന്തിനാണ് കാട്, എന്തിനാണ് വന്യജീവികൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയില്ല. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ആ മൃഗശാലയിൽ ഒരു കൂട്ടിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതിനപ്പുറത്തെ കൂട്ടിലിടേണ്ടത് ഇവിടുത്തെ ചീഫ് വൈൽഡ് വാർഡൻ എന്ന് പറയുന്ന ജയപ്രസാദിനെയാണ്. പറ്റുമെങ്കിൽ ആ വയനാട് DFOനെ 3ാമത്തെ കൂട്ടിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഗുണം ഇതുങ്ങളെ കൊണ്ട് ഉണ്ടാവും. 10 പൈസയുടെ അറിവോ കാര്യങ്ങളോ ഇല്ലാത്ത ജീവികളാണ് ഈ 3 അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഈ കാട് ഇവർ ഈ ബജറ്റ് ഉണ്ടാക്കുന്നത് കാശ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 4500 കേസിന് പരിഹാരമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ എൻ്റെ ഒരൊറ്റ കേസിന് പോലും ഇതേവരെ 4-5 വർഷമായിട്ടുള്ള 6 വർഷമായിട്ടുള്ള കേസുകൾക്ക് ഒരെണ്ണത്തിൽ പോലും പരിഹാരമില്ല. ഓരോന്നിനും ഞാൻ കോടതിയിലേക്കാണ് ചെല്ലുന്നത്. ഹൈക്കോടതിയിൽ എൻ്റെ കേസുകൾ മുഴുവൻ കിടക്കുന്നത്. ഓരോ ഇഷ്യൂവിനും ഓരോ റിട്ട് ഹർജിയായിട്ട് സമർപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ 12ഓളം കേസുകൾ ഈ വനം വകുപ്പിന് എതിരെയാണെന്ന് നോക്കണം. ഈ വന്യജീവികളെ ഇവർ കശാപ്പ് ചെയ്യാൻ കൂട്ടുനിന്നതിൻ്റെയും കാട് നശിപ്പിച്ചതിൻ്റെയും ഒക്കെ കേസുകളാണ് ഞാൻ കോടതിയിലിട്ടിരിക്കുന്നത്. അത് അതിൻ്റെ കസ്റ്റോഡിയൻ അവരാണ്, അത് നടപ്പിലാക്കേണ്ടവരാണ്. ഇവരുടെ അനാസ്ഥകൾക്ക് എതിരെയാണ് ഞാൻ കേസ് നടത്തിയിരിക്കുന്നത്. ഇവരെ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ കൊള്ളയടി ഒന്ന് ഈ കോടതികൾ ഇവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണം. ഇത് വളരെ ഒരു സോഫ്റ്റ് കോർണർ അപ്രോച്ചാണ് കേരളത്തിൽ ഹൈക്കോടതി പോലും എടുക്കുന്നത്. ഇവർ പറയുന്നത് വിശ്വസിക്കുകയാണ്, ഞങ്ങളെ മാതിരിയുള്ളവർ പറയുന്നത് മുഴുവൻ നുണ എന്നുള്ള രീതിയിലാണ് കോടതികളും കാണുന്നത്. ഈ അവസ്ഥ മാറണം. അത് ഇപ്പം ഈ കേരളത്തിൽ ഇവർ ഈ 5-6 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുന്ന് ഈ അക്കേഷ്യ, ഈ തേക്ക്, യൂക്കാലിപ്സ്, മാഞ്ചിയോ ഇതൊക്കെയാണ് ഇതിനകത്ത് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. തേക്ക് 4.5 ലക്ഷം ഏക്കർ സ്ഥലത്ത് ഈ പ്ലാന്റേഷനുകളാണ്. ഇത് കൂടാതെ ഈ അക്കേഷ്യ, യൂക്കാലിപ്സ് ഇങ്ങനെയുള്ള ഇടകൃഷികൾ വേറെ നടത്തുന്നുണ്ട്. അതായത് ഒരു 5 സ്ക്വയർ മീറ്റർ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻവേർട്ടഡ് അല്ല ഈ വൺ ടൈം പ്ലാന്റേഷന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട് ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളത് അവർ തെളിയിച്ചതാണ്. ഈ തണ്ണീർക്കൊമ്പനെ വെടിവെക്കുമ്പോൾ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അതിന് വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജീവിക്ക് ആണ് മയക്കുവെടി വെക്കുന്നത്, അതിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധം അവിടെ നിന്ന് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ വിജയിക്കും? ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കാട് സംരക്ഷിക്കാന്നോ വനം സംരക്ഷിക്കാന്നല്ല. ഇപ്പൊ ഈ ഫെൻസിങ് നടത്തുന്നത് എന്തിനാ? ആ കോടികൾ ഈ ഫെൻസിങ് വിജയിക്കില്ലാത്ത കാര്യമാണ്. ഈ നിരത്തിപ്പിടിച്ച് ഫെൻസിങ് വെച്ച് കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് അതിനകത്ത് വെള്ളം വേണം. ഈ ആന ചാലുകളിൽ ആണ് ഇവർ മൂട്ടുന്നത്. അപ്പൊ പുതിയ വഴികൾ തേടുകയാണ് ഈ ആനകൾ ചെയ്യുന്നത്. ആനകൾ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അത് ബോംബെക്ക് വണ്ടി കയറുമെന്നൊന്നും കരുതണ്ട. ആ വെള്ളം അതിനകത്ത് ഈ ചെക്ക് ഡാംസ് ഉണ്ടാക്കാൻ കോടികളാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. എവിടെ നിങ്ങൾക്ക് കേരളത്തിൽ ചെക്ക് ഡാം കാണിച്ചു തരാൻ പറ്റുമോ? ഈ ആനയെയും മയക്ക് വെടിവെച്ച് പിടിക്കുക എന്നതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന തീരുമാനം. അത് തന്നെയാണ് ഇതുവരെയും നടന്നു വന്നത്. ഒന്നുകിൽ കാട്ടിൽ തുറന്നു വിടുക, അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ വെക്കുക, അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ മാത്രമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വനം വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത്. ആ രീതിയിൽ തന്നെയാണോ, അതോ സമഗ്രമായ പഠനങ്ങളും ഈ പ്രശ്ന പരിഹാരത്തിനുള്ള രീതികളും അവലംബിക്കുക എന്നതാണോ? എന്താണ് നിങ്ങളുടെ നിർദ്ദേശം?
ഇപ്പോൾ കേൾക്കാമോ? എന്നോടാണോ? അതെ. ഈ പർട്ടിക്കുലർ ആനയെ സംബന്ധിച്ച് എന്നോടാണെങ്കിൽ ഈ പർട്ടിക്കുലർ ആനയെ സംബന്ധിച്ച് വലിയ പ്രശ്നപരിഹാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആകെ ചെയ്യേണ്ടത് ജില്ലാ കളക്ടർ തന്നിൽ നിക്ഷിപ്തമായ 133(1)F എന്ന ഓർഡർ ഇട്ടിട്ട് ഈ ആനയെ വെടിവെച്ച് കൊല്ലുക. അതാണ് ഈ ആനയെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. കാരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഏതായാലും അതിനുള്ള കഴിവില്ല എന്നും അതുപോലെ തന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു ഓർഡറാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ കളക്ടർ ഈ ആനയെ സംബന്ധിച്ചിടത്തോളം പഠനത്തിനൊന്നും നമുക്ക് സമയമില്ല. നാളെ ഈ ആന എന്താണ് ചെയ്യാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ 133(1) പ്രയോഗിക്കുക എന്നുള്ളതാണ് ഈ ആനയെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇനി ഇത് കൂടാതെ ഒരു ലോങ് ടേം പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സമഗ്രമായ നിയമത്തിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആ നിയമത്തിൽ വ്യത്യാസം വരുത്തണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ പലരും ഈ കഴിഞ്ഞ വർഷം ഒരു അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു, 72 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ CPM-ലെ ബിനോയ് വിശ്വം MP രാജ്യസഭ MP ആയിരുന്നപ്പോൾ പറഞ്ഞത് ഈ നടപടികൾ സ്ട്രിക്റ്റ് ആക്കണം എന്നാണ്. അതുപോലെ തന്നെ പല MP-മാരും അവിടെ ചെന്ന് ഈ അമെന്റ്മെന്റ് ശരി, എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും കൂടുതൽ സമഗ്രമായി ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ആവർത്തിക്കുന്ന ഈ സംഭവങ്ങൾ നൽകുന്ന സൂചന. ഇനിയും ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള ജാഗ്രതയാണ് അധികൃതർ പുലർത്തേണ്ടത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. അന്ത്യചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ